ഞാൻ എന്നെ തന്നെ കാണുന്നത് വളരെയധികം പോരായ്മകളുള്ളൊരു മനുഷ്യനായിട്ടാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും ഞാൻ വായിക്കുന്ന എഴുത്തുകാരുടെ ഒക്കെ കണ്ടിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. അപ്പോൾ ആ ഒരു തത്വം ഞാനും എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ പരിഹസിക്കണം, വളരെ തുടർച്ചയായിട്ട് നമ്മൾ എല്ലാ തലത്തിലും പരിഹസിക്കണം എന്നുള്ള ഒരു ആവശ്യം സാഹിത്യത്തിനുണ്ട്. നമ്മൾ പരിഹാസത്തിൻ്റെ വൈമുഖ്യത കാണിക്കരുത്. ജീവിതത്തെ കളിയാക്കുന്നത് പോലെയല്ല സാഹിത്യം അതിനുള്ളൊരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അപ്പം നമ്മുടെ സമൂഹത്തിന് എപ്പോഴും സാഹിത്യകാരൻ ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മൾ സമകാലികതയ്ക്ക് അപ്പുറം വായനക്കാരെ കാണാനുള്ളൊരു ശേഷി വേണമെന്നുള്ളത്. അപ്പോൾ ആ സന്ദേശരാഹിത്യം എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് കാണുന്ന ഒരു ഗുണമാണ്. പക്ഷേ ഹരീഷിന് എന്നെക്കാളും കൂടുതൽ അറിയാൻ മതി വിഷയത്തെക്കുറിച്ച്. അല്ല, നമ്മളങ്ങനെ പ്രത്യക്ഷത്തിൽ സന്ദേശം കൊടുക്കേണ്ട പരിപാടിയല്ല എഴുത്തെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ആവശ്യമില്ല ലിറ്ററേച്ചർ വേറൊരു കാര്യമാണ്. ജീവിതാവസ്ഥകളെ മനസ്സിലാക്കാൻ നമ്മൾ നടത്തുന്ന ഒരു ശ്രമമാണല്ലോ ലിറ്ററേച്ചർ. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഞാനും അതിനോടാണ് യോജിക്കുന്നത്. അല്ലാതെ മെസ്സേജ് കൊടുക്കുന്ന പരിപാടി നമ്മുടെ അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല സാഹിത്യം പുരോഗമനവാദിയും യാഥാസ്ഥികവാദിയും ഒരേപോലെ നിരാശപ്പെടുത്തുന്നു. അതായിരിക്കണം നല്ല സാഹിത്യത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം.